ചേഞ്ച് ഓഫ് വേരിയബിൾ എന്ന ടോപ്പിക്കാണ്. അതും യൂണിവേരിയേറ്റ് കേസിലുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതായത് നമുക്ക് എക്സ് എന്ന് പറയുന്ന ഒരു റാൻഡം വേരിയബിൾ ഉണ്ട്. എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷനായ എഫ് ഓഫ് എക്സ് ഡിസ്ക്രീറ്റ് ആണെങ്കിൽ പി എം എഫ് ഉണ്ടെന്ന് വിചാരിക്കുക. നമുക്ക് എക്സിന്റെ ഒരു മെഷറബിൾ ഫംഗ്ഷൻ y ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ്, അത് എക്സിന്റെ ഒരു മെഷറബിൾ ഫംഗ്ഷൻ ആണെന്ന് വിചാരിക്കുക. ഈ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്, അല്ലെങ്കിൽ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് അറിയേണ്ടതെന്ന് വിചാരിക്കുക. നമുക്ക് ആകെ ഉള്ളത് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അതിൽ നിന്നും എക്സിന്റെ ഒരു മെഷറബിൾ ഫംഗ്ഷനായ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ നമ്മൾ ഇതിലെ തിയറിയിലോട്ടൊന്നും കിടക്കുന്നില്ല, ഒരു എക്സാമ്പിൾ വഴി നമ്മൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് പറയാം. അപ്പോ ആദ്യമായിട്ട് ഒരു എക്സാമ്പിൾ പറയുന്നത്, എക്സിന്റെ ഒരു ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ എക്സ് എന്ന റാൻഡം വേരിയബിളിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, പി ഓഫ് എക്സ്. അതിനെ പി ഓഫ് എക്സ് എന്ന് ഡിനോട്ട് ചെയ്യുന്നു. അതിങ്ങനെയാണ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ്. എക്സിന്റെ വാല്യൂസ് 0, 1, 2 എക്സെട്ര എൻ എന്നാണ്. ആക്ച്വലി ഇതൊരു ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷൻ ഫോളോ ചെയ്യുന്ന റാൻഡം വേരിയബിൾ ആണ്. നിങ്ങളിപ്പോൾ പേരൊന്നും പറഞ്ഞ് പഠിക്കുന്നില്ല, ജസ്റ്റ് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ പി ഓഫ് എക്സ് ആണെന്ന് തന്നിരിക്കുന്നു. നമുക്കറിയേണ്ടത് y ഇസ് ഈക്വൽ ടു 3x ആണെങ്കിൽ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ അല്ലെങ്കിൽ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അതിനെ ഞാൻ ജി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. പി ഡി എഫ് ഓഫ് വൈ ജി ഓഫ് വൈ. അപ്പൊ നമുക്കറിയാം പി ഡി എഫിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് ഡിസ്ക്രീറ്റ് കേസ് ആയതുകൊണ്ട് പ്രോബബിലിറ്റി y ഈക്വൽ ടു വൈ എ ആണ് നമ്മൾ ജി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നത്. ദാറ്റ് ഇസ് പ്രോബബിലിറ്റി y എന്ന് പറയുന്നത് 3x ആണ്. 3x ഈക്വൽ ടു y which is equal to probability x equal to y by 3 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് p of x അല്ലെങ്കിൽ അത് തന്നെയാണ് പ്രോബബിലിറ്റി x equal to x. അതാണ് എൻ സി എക്സ് പി റൈസ് ടു എക്സ് 1 മൈനസ് പി റൈസ് ടു എൻ മൈനസ് എക്സ് എന്ന് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x ഈക്വൽ ടു y by 3 കണ്ടുപിടിക്കാൻ ഈ സ്മോൾ എക്സിന്റെ പ്ലേസിൽ y by 3 കൊടുത്താൽ മതിയാകും. അതായത് എൻ സി എക്സിന്റെ സ്ഥാനത്ത് y by 3, പി ഒരു പാരാമീറ്റർ ആണ്, അപ്പൊ അതിന് മാറ്റമൊന്നും വരത്തില്ല. അഗൈൻ എക്സിന്റെ സ്ഥാനത്ത് y by 3, 1 മൈനസ് പി അതുപോലെ തന്നെ റൈസ് ടു എൻ മൈനസ് എക്സ് എന്നുള്ളിടത്ത് എൻ മൈനസ് വൈ ബൈ 3. അപ്പോൾ ഇതാണ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. പക്ഷെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കംപ്ലീറ്റ് ആകണമെങ്കിൽ വൈയുടെ റേഞ്ചും കൂടി എന്താണെന്ന് നമ്മൾ സ്പെസിഫൈ ചെയ്യണം. അപ്പൊ നോക്കുക, എക്സിന്റെ റേഞ്ച് 0, 1, 2, 3 അപ് ടു എൻ ആണ്. വൈ എന്ന് പറയുന്നത് 3x-ഉമാണ്. അങ്ങനെയാണെങ്കിൽ എക്സിന് ഓരോ വാല്യൂ കൊടുക്കുന്നതനുസരിച്ച് വൈയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കണം. എക്സ് 0 ആകുമ്പോൾ വൈ 3 ഇൻറ്റു 0 0, എക്സ് 1 ആകുമ്പോൾ വൈ 3, എക്സ് 2 ആകുമ്പോൾ വൈ 6, എക്സ് അടുത്ത വാല്യൂ എടുക്കുന്നത് 3 ആണ്, അപ്പോൾ വൈ 9. അങ്ങനെ വൈയുടെ വാല്യൂ എക്സിന്റെ ലാസ്റ്റ് വാല്യൂ n എടുക്കുമ്പോൾ അത് 3n ആകും. അതുകൊണ്ട് ഇവിടുത്തെ വൈയുടെ റേഞ്ച് ഇങ്ങനെ എഴുതണം, 0, 3, 6, 9 എക്സെട്ര 3n. ഇപ്പോൾ മാത്രമാണ് എക്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആകുന്നത്. അല്ലാതെ പി എം എഫിന്റെയോ പി ഡി എഫിന്റെയോ ഫോം മാത്രം എഴുതിയാൽ അത് ഡിസ്ട്രിബ്യൂഷൻ കംപ്ലീറ്റ് ആകത്തില്ല. വി ഹാവ് ടു സ്പെസിഫൈ ദ റേഞ്ച് ഓഫ് വൈ ഓൾസോ. അപ്പോൾ ഇതാണ് മെഷറബിൾ ഫംഗ്ഷന്റെ, ഒരു റാൻഡം വേരിയബിൾ തന്നാൽ അതിന്റെ ഒരു മെഷറബിൾ ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അപ്ലൈ ചെയ്യേണ്ട ഒരു മെത്തേഡ്. ഇത് അപ്ലൈ ചെയ്യുന്നത് മെഷറബിൾ ഫംഗ്ഷൻ ഒരു 1-1 ഫംഗ്ഷൻ ആകുമ്പോൾ മാത്രമാണ്. 1-1 ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എക്സിന്റെ റേഞ്ചിനെ നമ്മൾ ആർ എന്നും വൈയുടെ റേഞ്ചിനെ ആർ ഡാഷ് എന്നും വിളിച്ചാൽ ആറിൽ നിന്നും ആർ ഡാഷിലേക്ക് ഒരു പ്രീ ഇമേജിന് ഒരൊറ്റ ഇമേജ് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസിന് ഒരേ ഇമേജസ് ഉണ്ടാവാൻ പാടില്ല. അങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ 1-1 ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഈ ട്രാൻസ്ഫർമേഷൻ 1-1 ആകുമ്പോൾ മാത്രമാണ് ഈ കേസ് അല്ലെങ്കിൽ ഈ മെത്തേഡ് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കാൻ അപ്ലൈ ചെയ്യുന്നത്. y ഈക്വൽ ടു 3x എന്ന് പറയുന്നത് ഒരു 1-1 ഫംഗ്ഷൻ ആയിരുന്നു, അതുകൊണ്ടാണ് നമ്മൾ ഇത് അപ്ലൈ ചെയ്തത്. അപ്പം 1-1 ഫംഗ്ഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ രണ്ട് എക്സിന്റെയും വൈയുടെയും റേഞ്ച് ചെക്ക് ചെയ്താൽ മതി. എക്സ് 0 ആകുമ്പോൾ y 0 മാത്രമാണ് ആകുന്നത്, എക്സ് 1 ആകുമ്പോൾ y 3 ആണ് ആകുന്നത്. അതായത് എക്സ് 0 ആകുമ്പോൾ y 0 ആകുമ്പോൾ എക്സിന് രണ്ട് വാല്യൂസ് പോസിബിൾ അല്ല. അതായത് ഒരു ഇമേജിന് ഒന്നിൽ കൂടുതൽ പ്രീ ഇമേജസ് പോസിബിൾ അല്ല. അതുപോലെ തിരിച്ചും
ഒരു പ്രീ ഇമേജിന് ഒന്നിൽ കൂടുതൽ ഇമേജസും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഫംഗ്ഷൻ അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ 1-1 ആണെന്ന് പറയുന്നത്. 1-1 ആണെങ്കിൽ മാത്രമാണ് ഈ മെത്തേഡ് ആപ്ലിക്കബിൾ ആകുന്നത്. ഇനി 1-1 അല്ലാത്ത കേസിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് നോക്കാം. അതായത് സപ്പോസ് എക്സ് എ ബി സി എന്നീ 3 വാല്യൂസ് എടുക്കുമ്പോഴും വൈയുടെ വാല്യൂ സി തന്നെയാണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ 1-1 അല്ല, അല്ലെങ്കിൽ 1-1 ട്രാൻസ്ഫോർമേഷൻ അല്ല. ഇങ്ങനെയുള്ള കേസിൽ എങ്ങനെയാണ് പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു സി കണ്ടുപിടിക്കുന്നതെന്നാണ് നമ്മുടെ പ്രശ്നം. അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് വൈ ഈക്വൽ ടു സി ആകണമെങ്കിൽ ഒന്നുകിൽ എക്സ് എ ആകണം, അല്ലെങ്കിൽ എക്സ് ബി ആകണം, അല്ലെങ്കിൽ എക്സ് സി ആവണം. അതായത് ഈ 3 പ്രോബബിലിറ്റീസും കൂടി ആഡ് ചെയ്യുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. ഏതെങ്കിലും ഒരു വാല്യൂ എക്സ് അക്സെപ്റ്റ് ചെയ്യുമ്പോഴാണ് വൈ സി ആകുന്നത്. അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി വൈ ഈക്വൽ ടു സി കണ്ടുപിടിക്കാൻ എക്സിന്റെ ഈ 3 വാല്യൂസിലെയും പ്രോബബിലിറ്റി നമ്മൾ ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഡിസ്ക്രീറ്റ് കേസിൽ. ഇങ്ങനെയാണ് 1-1 അല്ലാത്ത കേസ് ഡിസ്ക്രീറ്റിൽ ഡീൽ ചെയ്യുന്നത്. നമുക്ക് ഇതിന്റെ ഓരോ എക്സാമ്പിൾ ചെയ്യാം. എക്സ് ഒരു റാൻഡം വേരിയബിൾ ആണ്. എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ പി ഓഫ് എക്സ്, അല്ലെങ്കിൽ അതിനെ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു എക്സ് എന്ന് പറയും. അത് നമുക്ക് തന്നിരിക്കുന്നത് ഇങ്ങനെയാണെന്ന് വിചാരിക്കുക. എം റൈസ് ടു എക്സ് ഇ റൈസ് ടു മൈനസ് എം ബൈ എക്സ് ഫാക്ടോറിയൽ. എക്സിന്റെ റേഞ്ച് 0, 1, 2 എക്സെട്ര അപ് ടു ഇൻഫിനിറ്റി. നമുക്കറിയേണ്ടത് y ഇസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ള റാൻഡം വേരിയബിളിന്റെ അല്ലെങ്കിൽ മെഷറബിൾ ഫംഗ്ഷന്റെ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ y ഈക്വൽ ടു എക്സ് സ്ക്വയർ നമുക്ക് നോക്കാം. ഇത് ആദ്യം 1-1 ആണോ എന്ന് നോക്കാം. അപ്പോൾ എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. സോറി, എക്സ് 0 ആകുമ്പോൾ വൈയുടെ വാല്യൂ 0. എക്സ് 1 ആകുമ്പോൾ വൈയുടെ വാല്യൂ 1. എക്സ് 2 ആകുമ്പോൾ വൈ 4. എക്സ് 3 ആകുമ്പോൾ വൈ 9. അങ്ങനെ എക്സിന് ഏത് വാല്യൂ എടുക്കുന്നോ അതിന്റെ സ്ക്വയർ ആണ് വൈ ആകുന്നത്. അതായത് ഒന്നിൽ കൂടുതൽ എക്സുകൾക്ക് ഒരേ വൈ പോസിബിൾ അല്ല. അതേസമയം എക്സിന്റെ റേഞ്ച് മൈനസ് വാല്യൂവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, -1, -2, -3 അങ്ങനെയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊരു 1-1 ട്രാൻസ്ഫോർമേഷൻ ആകത്തില്ലായിരുന്നു. പക്ഷെ എക്സിന്റെ വാല്യൂസ് ഇവിടെ എടുക്കുന്നത് 0, 1, 2, 3 അങ്ങനെ മാത്രം ആയതുകൊണ്ട് വൈക്കും ഒരു എക്സിന് കറസ്പോണ്ടിങ് ഒരു വൈയെ പോസിബിൾ ആവുകയുള്ളൂ. അതുകൊണ്ടാണ് ഈ കേസിൽ y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ 1-1 ട്രാൻസ്ഫോർമേഷൻ ആകുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ നമ്മൾ നേരത്തെ പഠിച്ച ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാം. നമുക്കറിയേണ്ടത് PMF അല്ലെങ്കിൽ PDF ഓഫ് y. അതിനെ നമ്മൾ GY എന്ന് വിളിക്കുന്നു. GY ഈസ് ഈക്വൽ ടു, അതിന്റെ ഡെഫിനിഷൻ അനുസരിച്ച് പ്രോബബിലിറ്റി y ഈക്വൽ ടു y വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി. y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ആണ്. എക്സ് സ്ക്വയർ ഈക്വൽ ടു y വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി എക്സ് സ്ക്വയർ y ആകുക എന്ന് പറഞ്ഞാൽ x ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് y. ഇവിടെ എക്സ് പോസിറ്റീവ് വാല്യൂസ് മാത്രമേ എടുക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മൈനസ് റൂട്ട് വൈ എന്നൊരു പോസിബിലിറ്റി ഇവിടെ ഇല്ലാത്തത് കൊണ്ട് പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു റൂട്ട് വൈ എന്ന് നമുക്ക് എഴുതിയാൽ മതി. അപ്പോൾ പ്രോബബിലിറ്റി എക്സ് ഈക്വൽ ടു എക്സ് നമുക്ക് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എക്സ് ഈക്വൽ ടു റൂട്ട് വൈ കണ്ടുപിടിക്കാൻ എക്സിന്റെ സ്ഥാനത്തെല്ലാം പി ഓഫ് എക്സിൽ റൂട്ട് വൈ കൊടുക്കുക. ദാറ്റ് ഇസ് എം റൈസ് ടു റൂട്ട് വൈ ഇ റൈസ് ടു മൈനസ് എം ബൈ റൂട്ട് വൈ ഫാക്ടോറിയൽ. ഇനി വൈയുടെ റേഞ്ച് നമുക്കറിയണം. നമ്മളതിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈയുടെ റേഞ്ച് അത് നമ്മൾ ജസ്റ്റ് എഴുതി കൊടുക്കുക. എക്സ് 0 ആകുമ്പോൾ വൈ 0, എക്സ് 1 ആകുമ്പോൾ വൈ 1, എക്സ് 2 ആകുമ്പോൾ വൈ 4, എക്സ് 3 ആകുമ്പോൾ വൈ 9 എക്സെട്ര. എക്സ് ഇൻഫിനിറ്റിയിലോട്ട് പോകുന്നത് കൊണ്ട് വൈയും ഇൻഫിനിറ്റിയിലോട്ട് പോകും. അപ്പോൾ ഇതാണ് വൈയുടെ PDF. ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾ PDFും റേഞ്ചും എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തൊരു പ്രോബ്ലം നോക്കുക. എക്സും പി ഓഫ് എക്സും തന്നിരിക്കുന്നു. എക്സിന്റെ വാല്യൂസ് ഇങ്ങനെയാണ് 1, 2, 3, 4. പി ഓഫ് എക്സ്, അതായത് എക്സിന്റെ ഓരോ എക്സ് വാല്യൂസ് എടുക്കുന്ന പ്രോബബിലിറ്റി 1/3, 1/4, 1/6, 1/4. നമുക്കറിയേണ്ടത് y ഈക്വൽ ടു 2x പ്ലസ് 3യുടെ ഡെൻസിറ്റിയാണ്.
അപ്പോൾ y ഈക്വൽ ടു 2x പ്ലസ് 3യുടെ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ വൈയുടെ പോസിബിൾ വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും എഴുതാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം അറിയേണ്ടത് വൈയുടെ പോസിബിൾ വാല്യൂസ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ എക്സിന്റെ പോസിബിൾ വാല്യൂസ് 1 2 3 4 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ എങ്ങനെയൊക്കെ വരുമെന്ന് നോക്കാം. അപ്പോൾ എക്സ് 1 2 3 4 ആകുന്നു. അപ്പോൾ കറസ്പോണ്ടിങ് വൈ എങ്ങനെയാവുന്നു? എക്സിന് 1 കൊടുത്താൽ വൈ 5 ആയിരിക്കും. എക്സിന് നെക്സ്റ്റ് വാല്യൂ 2 കൊടുത്താൽ വൈ 7 ആയിരിക്കും. അടുത്തത് 3 കൊടുത്താൽ 9 ആയിരിക്കും. 4 കൊടുത്താൽ 11 ആയിരിക്കും. അങ്ങനെ വൈയുടെ പോസിബിൾ വാല്യൂസ് നമുക്ക് കിട്ടിക്കഴിയും. ഇനി പി ഓഫ് വൈ ആണ് നമുക്ക് വേണ്ടത്. പി ഓഫ് വൈ എന്ന് പറഞ്ഞാൽ ഓരോ വാല്യൂസിന്റെയും പ്രോബബിലിറ്റി. ദാറ്റ് ഈസ് പ്രോബബിലിറ്റി വൈ ഈക്വൽ ടു 5. അപ്പോൾ പ്രോബബിലിറ്റി വൈ ഈക്വൽ ടു 5 എന്ന് പറഞ്ഞാൽ വൈ 5 ആകാനുള്ള പ്രോബബിലിറ്റി. വൈ 5 ആകുന്നത് എപ്പോഴാണ്? എക്സ് 1 ആകുമ്പോൾ. എക്സ് 1 ആകുന്ന പ്രോബബിലിറ്റി എത്രയാണ്? 1/3. അപ്പോൾ അതാണ് പ്രോബബിലിറ്റി y ഈക്വൽ ടു 5. ഓക്കെ, അടുത്തത് പ്രോബബിലിറ്റി y ഈക്വൽ ടു 7. y 7 ആകാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ നോക്കണം, y 7 ആകുന്നത് എപ്പോഴാണ്? y 7 ആകുന്നത് എക്സ് 2 ആകുമ്പോഴാണ്. അപ്പോൾ എക്സ് 2 ആകാനുള്ള പ്രോബബിലിറ്റി നമുക്കുണ്ട് 1/4. അപ്പോൾ പി ഓഫ് വൈ 7ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പി ഓഫ് വൈ 1/4. അതുപോലെ പ്രോബബിലിറ്റി y ഈക്വൽ ടു 9. y 9 ആകുന്നത് എക്സ് 3 ആകുമ്പോഴാണ്. എക്സ് 3 ആകുന്ന പ്രോബബിലിറ്റി 1/6 ആണെന്ന് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ ഇത് ഫില്ല് ചെയ്താൽ വൈയും പി ഓഫ് വൈയും നമുക്ക് കിട്ടുന്നതാണ്. അതാണ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ ഇങ്ങനെ തരുന്ന കേസിൽ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അതായത് ആകെ 4 വാല്യൂസ് ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. ആകെ 4 വാല്യൂസേ എടുക്കുന്നുള്ളൂ. അങ്ങനെയാണെങ്കിൽ കറസ്പോണ്ടിങ് ആ ഫംഗ്ഷന്, മെഷറബിൾ ഫംഗ്ഷന് 4 വാല്യൂസേ എടുക്കുകയുള്ളൂ. ആ 4 വാല്യൂസിന്റെ പ്രോബബിലിറ്റി മാത്രം കണ്ടുപിടിച്ചാൽ മതി. ഇങ്ങനെയാണ് ഡിസ്ക്രീറ്റ് കേസിൽ 1-1 ട്രാൻസ്ഫോർമേഷൻസ് ഡീൽ ചെയ്യുന്നത്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഇവിടെയും എക്സിന്റെ വാല്യൂസും പി ഓഫ് എക്സും തന്നിരിക്കുന്നു. എക്സ് -2, -1, 0, 1 and 2. കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് പി ഓഫ് എക്സ് 1/5, 1/5 എല്ലാം 1/5 ആണ്. നമുക്കറിയേണ്ടത് y is equal to x². അതിന്റെ PDF എന്താണെന്നാണ്. അപ്പൊ ഇവിടെ നോക്കുക, വൈയുടെ വാല്യൂസ് നോക്കാം. ഓരോ എക്സിനും കറസ്പോണ്ടിങ് വൈയുടെ വാല്യൂസ് നോക്കാം. എക്സ് -2 ആകുമ്പോൾ y അത് 4, എക്സ് -1 ആകുമ്പോൾ y 1, എക്സ് 0 ആകുമ്പോൾ 0, എക്സ് 1 ആകുമ്പോൾ 1, എക്സ് 2 ആകുമ്പോൾ 4. നോക്കുക, എക്സ് -2 ആകുമ്പോഴും എക്സ് 2 ആകുമ്പോഴും വൈക്ക് സെയിം വാല്യൂ ആണ് 4. അതായത് ട്രാൻസ്ഫോർമേഷൻ ഇവിടെ 1-1 അല്ല. അതുപോലെ തന്നെ -1ന്റെ കേസിലും എക്സ് -1 ആകുമ്പോഴും 1 ആകുമ്പോഴും y 1 ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം y ഒരു 1-1 ട്രാൻസ്ഫോർമേഷൻ അല്ല. അപ്പോൾ 1-1 ട്രാൻസ്ഫോർമേഷൻ അല്ലാത്ത കേസ് ഡീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പൊ നമുക്ക് വൈയുടെ വാല്യൂസ് കിട്ടി. വൈയുടെ വാല്യൂസ് 0, 1, 4 3 വാല്യൂസേ വൈ എടുക്കുന്നുള്ളൂ. ഇനി കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസും കൂടി കണ്ടുപിടിച്ചാൽ മതി വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ആകാൻ. അപ്പോൾ ഒന്നാമത്തെ പ്രോബബിലിറ്റി y ഈക്വൽ ടു 0. y 0 ആകുന്നത് എപ്പോഴാണ്? എക്സ് 0 ആകുമ്പോൾ. എക്സ് 0 ആകുമ്പോൾ മാത്രമാണ് y 0 ആകുന്നത്. അപ്പോൾ എക്സ് 0 ആകുന്ന പ്രോബബിലിറ്റി 1/5 ആണ്. അതുകൊണ്ട് y 0 ആകുന്ന പ്രോബബിലിറ്റിയും 1/5 ആയിരിക്കും. അടുത്തത് y 1 ആകുന്ന, വൈയുടെ അടുത്ത വാല്യൂ 1 ആണ്. അതുകൊണ്ട് പ്രോബബിലിറ്റി y ഈക്വൽ ടു 1. y 1 ആകുന്നത് എക്സിന് 2 വാല്യൂസ് പോസിബിൾ ആകുമ്പോഴാണ്, -1ഉം 1ഉം. അപ്പോൾ എക്സ് ഈക്വൽ ടു -1 ഓർ എക്സ് ഈക്വൽ ടു 1. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ 2 പ്രോബബിലിറ്റീസും ആഡ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. എക്സ് -1 ആകുമ്പോൾ പ്രോബബിലിറ്റി 1/5, 1 ആകാനുള്ള പ്രോബബിലിറ്റിയും 1/5. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 2/5. അതുപോലെ തന്നെ പ്രോബബിലിറ്റി y ഈക്വൽ ടു 4. y ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ എക്സ് ഒന്നുകിൽ -2 ആകണം അല്ലെങ്കിൽ 2 ആകണം.
അപ്പോൾ 2 പോസിബിലിറ്റീസ് ഉള്ളത് കൊണ്ട് 2 പ്രോബബിലിറ്റീസും കൂടി ആഡ് ചെയ്യുക. അവിടെയും 1/5 പ്ലസ് 1/5 2/5. അപ്പോൾ എക്സിന്റെ ഡെൻസിറ്റി ഇതാണ്, അല്ലെങ്കിൽ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി ഇതാണ്. ഇങ്ങനെയാണ് വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്തത് ഡിസ്ക്രീറ്റ് കേസിലെ ചേഞ്ച് ഓഫ് വേരിയബിൾ ആണ്. ഡിസ്ക്രീറ്റ് കേസിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ, ഒരു റാൻഡം വേരിയബിളിന്റെ ഡിസ്ട്രിബ്യൂഷൻ തന്നാൽ അതിന്റെ ഒരു മെഷറബിൾ ഫംഗ്ഷൻ, അത് 1 ആയാലും അല്ലെങ്കിൽ 2 രീതിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേ കാര്യം തന്നെ കണ്ടിന്യൂസ് കേസിൽ എങ്ങനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന്റെ തിയറി ഇങ്ങനെയാണ്. തിയറിയിലേക്ക് കിടക്കുന്നില്ല. നമുക്ക് എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. അതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ എഫ് ഓഫ് എക്സും ആണ്. നമുക്കറിയേണ്ടത് വൈ, അതിന് നമ്മൾ ഫൈ ഓഫ് എക്സ് എന്ന് വിളിക്കുന്നു. അതൊരു മെഷറബിൾ ഫംഗ്ഷൻ ആണ്, ഒരു റാൻഡം വേരിയബിൾ ആണ്. ഈ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ PDF ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പൊ നമ്മൾ വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷനെ ജി ഓഫ് വൈ എന്ന് വിളിച്ചാൽ ജി ഓഫ് വൈ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്: എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ. മോഡ് ഡി എക്സ് ബൈ ഡി വൈ എന്ന് പറഞ്ഞാൽ വൈയെ, അല്ലെങ്കിൽ ഈ ട്രാൻസ്ഫോർമേഷനിൽ നിന്നും എക്സ് ഈക്വൽ ടു സം സൈ വൈ എന്ന് എഴുതുക. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ജക്കോബിയൻ എന്നാണ് ഇതിനെ പറയുന്നത്. ആ ജക്കോബിയന്റെ വാല്യൂ കൊണ്ട് എഫ് ഓഫ് എക്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് PDF ഓഫ് വൈ കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ ഫോർമുല ഒന്ന് ഓർത്ത് വയ്ക്കുക. റേഞ്ച് നമുക്ക് അല്ലാതെ എക്സിന്റെ കറസ്പോണ്ടിങ് വാല്യൂ, അല്ലെങ്കിൽ എക്സിന് വാല്യൂ മാറുന്നതനുസരിച്ച് വൈക്ക് എന്ത് ചേഞ്ച് ആണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാണ് റേഞ്ച് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്കൊരു പ്രോബ്ലം ചെയ്യാം. എക്സിന്റെ ഡെൻസിറ്റി എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റൈസ് ടു മൈനസ് എക്സ് എന്ന് തന്നിരിക്കുന്നു. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നാണ് റേഞ്ച്. നമുക്കറിയേണ്ടത് വി ഹാവ് ടു ഫൈൻഡ് ദ PDF ഓഫ് y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സ്. y ഇസ് ഈക്വൽ ടു റൂട്ട് എക്സിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നിരിക്കുന്ന ട്രാൻസ്ഫോർമേഷനിൽ നിന്ന് dx ബൈ dy കണ്ടുപിടിക്കുക. അപ്പോൾ നമുക്ക് ആദ്യം dy ബൈ dx എന്ന് കണ്ടുപിടിക്കാം. ഇവിടെ y ഈക്വൽ ടു റൂട്ട് എക്സ് എന്ന ഫോമിൽ ആയതുകൊണ്ട് dy ബൈ dx കണ്ടുപിടിക്കുന്നു. dy ബൈ dx 1/2 റൂട്ട് എക്സ് ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു, ഈ dy ബൈ dxൽ എക്സിന്റെ ടേംസ് ഉണ്ടെങ്കിൽ അത് വൈയിലേക്ക് മാറ്റണം. അപ്പം നമുക്ക് ഇവിടുന്ന് തന്നെ y ഈക്വൽ ടു റൂട്ട് എക്സ് ആണെങ്കിൽ എക്സ് ഈക്വൽ ടു വൈ സ്ക്വയർ ആയിരിക്കും. അതായത് 1/2 റൂട്ട് എക്സ് എന്ന് പറഞ്ഞാൽ 2y. റൂട്ട് എക്സ് y ആണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ 1/2y ആണ് dy ബൈ dxന്റെ വാല്യൂ. ഇനി നമുക്ക് PDF ഓഫ് y, അതിനെ g ഓഫ് y എന്ന് വിളിച്ചാൽ ഫോർമുല ഇതാണ്: എഫ് ഓഫ് എക്സ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ എന്നാണ്. ഇവിടെ നമ്മൾ dy ബൈ dx ആണ് കണ്ടുപിടിച്ചത്. അതിൽ നിന്നും dx ബൈ dy കണ്ടുപിടിക്കാൻ ഇതിന്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി, അതായത് 2y. അപ്പോൾ PDF ഓഫ് GY വരുമ്പോൾ എഫ് ഓഫ് എക്സ് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്, പക്ഷേ മൈനസ് എക്സ് ഇൻ ടേംസ് ഓഫ് വൈ ആക്കുക. അപ്പോൾ എക്സ് വൈ സ്ക്വയർ ആണെന്ന് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ബൈ ഡി വൈ ബൈയുടെ അബ്സല്യൂട്ട് വാല്യൂ. അപ്പോൾ 2y എന്നുള്ളതാണ് dx ബൈ ഡി വൈയുടെ വാല്യൂ. അതുകൊണ്ട് 2y. സോ ഇതിന്റെ ഡെൻസിറ്റി ഫംഗ്ഷൻ ഇങ്ങനെയാണ്: 2y ഇ റേസ് ടു മൈനസ് വൈ സ്ക്വയർ. അതാണ് വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ. കൂടാതെ നമുക്ക് എക്സിന്റെ റേഞ്ച് അനുസരിച്ച് വൈയുടെ റേഞ്ചും കണ്ടുപിടിക്കണം. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. എക്സ് എന്ന് പറയുന്നത് വൈ സ്ക്വയറുമാണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ റേഞ്ച്, അതായത് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിന്റെ സ്ക്വയേഴ്സ്, അതിന്റെ റേഞ്ചും പോസിറ്റീവ് റിയൽ നമ്പർ തന്നെ ആയിരിക്കും. അതുകൊണ്ട് y ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളതാണ് റേഞ്ച്. അപ്പോൾ റേഞ്ചും കൂടെ എഴുതിയാലേ ഡെൻസിറ്റി കംപ്ലീറ്റ് ആകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം,
ജി ഓഫ് വൈ നമ്മൾ എഴുതി അവസാനിപ്പിക്കുമ്പോൾ അതിലൊരു എക്സ് പോലും കാണാൻ പാടില്ല. അതായത് ഡെൻസിറ്റി ഓഫ് വൈ ആണ് നമ്മൾ എഴുതുന്നത്, അത് ഡിവോയിഡ് ഓഫ് എക്സ് ആയിരിക്കണം. എക്സുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് അത് വൈയിലേക്ക് മാറ്റണം. ഡി എക്സ് ബൈ ഡി വൈയിൽ ഉൾപ്പെടെ എക്സുകളൊന്നും കാണാൻ പാടില്ല. റേഞ്ചും വൈയുടേത് തന്നെ ആയിരിക്കണം. ഇത്രയും കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് കേസിൽ ചേഞ്ച് ഓഫ് വേരിയബിൾ ഡീൽ ചെയ്യുന്നത്. വേറൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കുക. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഇ റേസ് ടു മൈനസ് എക്സ്. എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്നുള്ളത് തന്നെയാണ് റേഞ്ച്. നമുക്ക് അറിയേണ്ട ഡെൻസിറ്റി ഫംഗ്ഷൻ പി ഡി എഫ് ഓഫ് വൈ ഇസ് ഈക്വൽ ടു -3x+7 ആണ് അറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം കണ്ടിന്യൂസ് കേസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ജക്കോബിയൻ യൂസ് ചെയ്തിട്ടാണ് ഡിസ്ട്രിബ്യൂഷൻ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ എക്സിന്റെ ടേംസിലേക്ക് മാറ്റി നോക്കാം. അപ്പോൾ ഇതിന്ന് 3x is equal to 7 minus y. x is equal to 7 minus y by 3. അതിന്ന് dx by dy. dx by dy എന്ന് പറയുമ്പോൾ -1/3. നമുക്ക് വേണ്ടത് മോഡ് dx by dy. അതായത് 1/3. -1/3യുടെ അബ്സല്യൂട്ട് വാല്യൂ 1/3. ഇനി നമുക്ക് പി ഡി എഫ് ഓഫ് വൈ. പി ഡി എഫ് ഓഫ് വൈയെ നമ്മൾ ജി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. ജി ഓഫ് വൈയുടെ ഇക്വേഷൻ ഇതാണ്, എഫ് ഓഫ് എക്സ് ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ വിച്ച് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇ റേസ് ടു മൈനസ് എക്സ് ആണ്. പക്ഷെ നമ്മൾ പറഞ്ഞു വൈയുടെ ഡെൻസിറ്റിയിൽ എക്സുകളൊന്നും കാണാൻ പാടില്ല, എക്സുകളെല്ലാം തന്നെ വൈയിലേക്ക് മാറ്റിയിരിക്കണം. സോ എക്സ് 7 മൈനസ് വൈ ബൈ 3 ആയതുകൊണ്ട് എക്സിന്റെ സ്ഥാനത്ത് 7 മൈനസ് വൈ ബൈ 3 ഇൻറ്റു മോഡ് ഡി എക്സ് ബൈ ഡി വൈ 1/3 ആണ്. ശരിക്കും പറഞ്ഞാൽ 1/3 ഇ റേസ് ടു മൈനസ് 7 മൈനസ് വൈ ബൈ 3. അതാണ് വൈയുടെ ഡെൻസിറ്റി ഫംഗ്ഷൻ. ഡെൻസിറ്റി ഫംഗ്ഷൻ മാത്രം കൊണ്ടായില്ല, നമുക്ക് റേഞ്ചും കൂടി എഴുതണം. നോക്കുക, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. അങ്ങനെയാണെങ്കിൽ വൈ എവിടെ വരെ പോകുന്നതാണ്. അപ്പൊ എക്സിന്റെ മിനിമം വാല്യൂ ആയ 0 കൊടുത്തു നോക്കിയാൽ എക്സ് 0 ആവുമ്പോൾ വൈ -3 ഇൻറ്റു 0 പ്ലസ് 7, അതായത് 7. അപ്പോൾ എക്സ് 0 ആവുമ്പോൾ തന്നെ വൈ 7 ആകും. എക്സിന്റെ മാക്സിമം വാല്യൂ ആയി ഇൻഫിനിറ്റി കൊടുത്തു നോക്കാം. എക്സ് ഇൻഫിനിറ്റി ആകുമ്പോൾ വൈ ഇൻഫിനിറ്റി ആകും. അതായത് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 ആണ് ആകുന്നത്. 7ൽ താഴെ ഒരു വാല്യൂ പോലും വൈക്ക് എടുക്കത്തില്ല. കാരണം എക്സിന്റെ മിനിമം വാല്യൂ ആയ 0 കൊടുക്കുമ്പോൾ പോലും വൈ 7 ആണ് കിട്ടുന്നത്. അതുകൊണ്ട് റേഞ്ച് വൈ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 7 എന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് പി ഡി എഫ് ഓഫ് വൈ. ഇനി കണ്ടിന്യൂസ് കേസിൽ ഫംഗ്ഷൻ മെഷറബിൾ അല്ലെങ്കിൽ ഫംഗ്ഷൻ 1 അല്ലെങ്കിൽ എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? അതായത് ഒരു എക്സാമ്പിൾ വഴി നമുക്ക് നോക്കാം. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 1/2. റേഞ്ച് തന്നിരിക്കുന്നത് ഇങ്ങനെയാണ്, -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 ഈക്വൽ ടു 0 അതർവൈസ്. നമുക്കറിയേണ്ടത് അല്ലെങ്കിൽ പി ഡി എഫ് ഓഫ് y is equal to x² ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം ഈ ഫംഗ്ഷൻ 1 ആണോ എന്ന് നോക്കുക. ഇവിടെ നോക്കുക, എക്സിന് മൈനസ് വാല്യൂവും പ്ലസ് വാല്യൂ പോസിറ്റീവ് വാല്യൂ എടുക്കാൻ പറ്റുന്ന റാൻഡം വേരിയബിൾ ആണ്. അപ്പോൾ x² ആണ് y, അല്ലെങ്കിൽ y is equal to x² എന്നുള്ളതാണ് നമ്മളുടെ ട്രാൻസ്ഫോർമേഷൻ. അതായത് 0 മുതൽ -1 വരെയുള്ള എല്ലാ വാല്യൂസിന്റെയും സ്ക്വയറും -1 മുതൽ 0 വരെയുള്ള എല്ലാ വാല്യൂസിന്റെ സ്ക്വയറും സെയിം ആണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ 1 അല്ല. അതുകൊണ്ട് നമ്മൾ ജക്കോബിയൻ ഓഫ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ ഇവിടെ പറ്റത്തില്ല. അപ്പൊ നമ്മളിവിടെ ചെയ്യുന്നത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്തുകൊണ്ടുള്ള വേറൊരു മെത്തേഡാണ്. അപ്പൊ നിങ്ങൾ ഓർക്കുക, കണ്ടിന്യൂസ് കേസിലെ 1 ഫംഗ്ഷൻ അല്ലാത്ത ട്രാൻസ്ഫോർമേഷൻസ് ഡീൽ ചെയ്യുന്നതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യുന്നത്, ആദ്യം നമ്മൾ പി ഡി എഫ് ഓഫ് വൈ അല്ല കണ്ടുപിടിക്കുന്നത്, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത്. അപ്പോൾ പി ഡി എഫ് ഓഫ് വൈ സ്മോൾ ജി ഓഫ് വൈ എന്ന് ഡിനോട്ട് ചെയ്തത് കൊണ്ട് തന്നെ
ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് y ഞാൻ ക്യാപിറ്റൽ G ഓഫ് y എന്ന് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഇസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ അനുസരിച്ച് പ്രോബബിലിറ്റി ദാറ്റ് y ലെസ് ദാൻ ഓർ ഈക്വൽ ടു y എന്നുള്ളതാണ്. വിച്ച് ഇസ് ഈക്വൽ ടു പ്രോബബിലിറ്റി y എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു y. അതായത് പ്രോബബിലിറ്റി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് y. ഇവിടെ എക്സിന് പോസിറ്റീവ് വാല്യൂ നെഗറ്റീവ് വാല്യൂവും എടുക്കാവുന്നുള്ളത് കൊണ്ട് ഇതിന്റെ രണ്ട് വാല്യൂസും കൺസിഡർ ചെയ്യണം. മൈനസ് റൂട്ട് വൈയും പ്ലസ് റൂട്ട് വൈയും. അപ്പോൾ എക്സ് പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ്, അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ മീനിങ് ഇങ്ങനെയാണ്: പ്രോബബിലിറ്റി മൈനസ് റൂട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് വൈ എന്നുള്ളതാണ്. അതായത് നമ്മൾ ഈ പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റിന്റെ ഫംഗ്ഷൻ പ്രോപ്പർട്ടീസ് പഠിച്ചപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ യൂസ് ചെയ്ത് ഈ ഒരു പ്രോബബിലിറ്റി സ്റ്റേറ്റ്മെന്റിനെ നമുക്ക് ക്യാപിറ്റൽ എഫ് ഓഫ് റൂട്ട് വൈ മൈനസ് എഫ് ഓഫ് മൈനസ് റൂട്ട് വൈ എന്ന് എഴുതാമെന്ന് പഠിച്ചായിരുന്നു. അതായത് ഞാനിവിടെ ഉപയോഗിച്ച റിസൾട്ട് ഇതാണ്: പ്രോബബിലിറ്റി എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ബി മൈനസ് എഫ് ഓഫ് എ. അത് റാൻഡം വേരിയബിൾ എക്സ് ആയതുകൊണ്ട് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സിലാണ് എയും ബിയും കൊടുക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇവിടെയും ആ റിസൾട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. എഫ് ഓഫ് മൈനസ് റൂട്ട് വൈ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു റൂട്ട് വൈ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് റൂട്ട് വൈ മൈനസ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് മൈനസ് റൂട്ട് വൈ. ഇവിടെ എക്സ് വരാൻ കാര്യം എക്സ് ആണ് നടുക്ക് കിടക്കുന്ന റാൻഡം വേരിയബിൾ. വൈ ആയിരുന്നു നമ്മൾ ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്ത് എക്സിലേക്ക് എത്തിച്ചു. പക്ഷേ എഫ് എക്സ് ഓഫ് റൂട്ട് വൈയും എഫ് എക്സ് ഓഫ് മൈനസ് റൂട്ട് വൈയും നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ് ഉള്ളത്. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. എഫ് എക്സ് ഓഫ് എക്സ് നമുക്കറിയാം, ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഇന്റഗ്രേറ്റ് ചെയ്താണ് ഡെൻസിറ്റി ഫംഗ്ഷൻ എഴുതുന്നത്. ഓക്കെ, നമുക്ക് എഫ് എക്സ് ഓഫ് എക്സിന്റെ ആവശ്യം ഇവിടെ ഇല്ല, ഇവിടുന്ന് തന്നെ. അപ്പൊ നമുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് വൈ ജി ഓഫ് വൈ കിട്ടിക്കഴിഞ്ഞു. ഇവിടുന്ന് തന്നെ നമുക്ക് പി ഡി എഫ് ഓഫ് വൈ നമ്മൾ ജി ഓഫ് വൈ എന്നാണ് പറയുന്നത്. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് ഉണ്ട്, അല്ലെങ്കിൽ ഇവിടെ വൈയുടെ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ട്. അതിന്റെ പി ഡി എഫ് കണ്ടുപിടിക്കാൻ ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഈ എഴുതിയിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷന്റെ ടേംസിൽ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ എഫ് എക്സ് ഓഫ് റൂട്ട് വൈയെ നമ്മൾ ആദ്യം ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് റൂട്ട് വൈ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡെൻസിറ്റി ഫംഗ്ഷൻ ഓഫ് എക്സ് അറ്റ് റൂട്ട് വൈ കിട്ടും. ഇൻറ്റു റൂട്ട് വൈയുടെ ഡിഫറൻഷ്യൽ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. മൈനസ് എഗെയിൻ രണ്ടാമത്തെ ടേമിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ അത് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ആണ്. അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ ഡെൻസിറ്റി ഫംഗ്ഷൻ കിട്ടും അറ്റ് മൈനസ് റൂട്ട് വൈ ഇൻറ്റു മൈനസ് റൂട്ട് വൈയുടെ ഡിഫറൻഷ്യലായ 1/-2 റൂട്ട് വൈ കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. വിച്ച് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് വൈ പുറത്തെടുത്താൽ എഫ് ഓഫ് റൂട്ട് വൈ പ്ലസ് എഫ് ഓഫ് മൈനസ് റൂട്ട് വൈ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 റൂട്ട് വൈ പുറത്തെടുക്കുന്നു. എഫ് ഓഫ് എക്സ് ആണ് 1/2. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് റൂട്ട് വൈ എന്ന് പറയുന്നത് 1/2 തന്നെ ആയിരിക്കും. എഫ് ഓഫ് മൈനസ് റൂട്ട് വൈയും 1/2 തന്നെ ആയിരിക്കും. അതായത് ആൻസർ 1/2 റൂട്ട് വൈ എന്ന് കിട്ടും. ഇതാണ് പി ഡി എഫ് ഓഫ് ജി വൈ, പി ഡി എഫ് ഓഫ് വൈ അഥവാ ജി വൈ. പക്ഷെ ഇത് മാത്രം പറയാൻ നമുക്ക് റേഞ്ചും കൂടി വേണം. അപ്പോൾ എക്സ് -1നും 1നും ഇടയ്ക്കാണ്. അങ്ങനെയാണെങ്കിൽ വൈയുടെ റേഞ്ച് എങ്ങനെ വരും? എക്സിന്റെ മിനിമം വാല്യൂ ആയ -1 ആകുമ്പോൾ, എക്സ് -1 ആകുമ്പോൾ വൈ, എക്സിന്റെ സ്ക്വയർ ആണ് വൈ, 1 ആകും. എക്സ് 1 ആകുമ്പോൾ വൈ എഗെയിൻ 1 ആകും. എന്ന് പറഞ്ഞാൽ വൈക്ക് ആകെ ഒരു വാല്യൂ എടുക്കാൻ പാടുള്ളൂ എന്നാണോ? ആണോ? വൈ 1 മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്നല്ല. അതായത് എക്സിന്റെ റേഞ്ച് ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇവിടെ -1, ഇവിടെ 0, ഇവിടെ 1. അപ്പോൾ -1 മുതൽ 0 വരെയുള്ള എക്സിന് കറസ്പോണ്ടിങ് വൈ കിട്ടുന്നത് 0 മുതൽ 1 വരെ ആയിരിക്കും.
0 മുതൽ 1 വരെയുള്ള എക്സിന് കറസ്പോണ്ടിങ് വൈയും 0 മുതൽ 1 വരെ ആയിരിക്കും. അതായത് വൈക്ക് പോസിബിൾ ആയിട്ടുള്ള ഒരേ ഒരു റേഞ്ച് 0 ലെസ് ദാൻ വൈ ലെസ് ദാൻ 1 എന്നുള്ളതാണ്. അതാണ് PDF-ന്റെ കൂടെ എഴുതേണ്ട റേഞ്ച്. ഇങ്ങനെയാണ് കണ്ടിന്യൂസ് കേസിൽ ചേഞ്ച് ഓഫ് വേരിയബിൾ നമ്മൾ, അതായത് 1 ഫംഗ്ഷൻ അല്ല എങ്കിൽ ഡീൽ ചെയ്യുന്നത്. ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ മെത്തേഡ് എന്നാണ് ഇതിനെ പറയുന്നത്.